ധനവകുപ്പ് പണം നൽകാത്തതിനാൽ വിവിധ വകുപ്പുകൾ പ്രതിസന്ധിയിൽ. തദ്ദേശ ആരോഗ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളാണ് ഏറ്റവും അധികം പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. തദ്ദേശ വകുപ്പ് പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു നൽകാത്തതിനാൽ നൂറുകണക്കിന് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം പോലും 4 മാസമായി കിട്ടാത്ത അവസ്ഥയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കേരളം. ഓണക്കാലത്തെ വിലക്കയറ്റത്തിൽ നിന്ന് വിപണിയെ പിടിച്ചു നിർത്തേണ്ട സിവിൽ സപ്ലൈസ് വകുപ്പിന് വേണ്ടത്ര പണം ധനവകുപ്പ് നൽകിയിട്ടില്ല. റേഷൻ കടകളിലേക്ക് അരി വിതരണം ചെയ്യുന്ന കോൺട്രാക്ടർമാർ കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ വിതരണം നിർത്തുമെന്ന മുന്നറിയിപ്പ് വകുപ്പിന് നൽകിക്കഴിഞ്ഞു. ആരോഗ്യവകുപ്പും പണമില്ലാത്തത് മൂലം പ്രതിസന്ധി നേരിടുന്നുണ്ട്. മരുന്ന്, ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ കഴിയാത്തത് മുന്നോട്ടു പോക്കിനെ ബാധിച്ചു. ഏറ്റവും അധികം പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. ഫണ്ട് വെട്ടിക്കുറച്ചതും പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു നൽകാത്തതും കാരണം ഭരണസ്തംഭനമാണിപ്പോൾ. ഇതിനെതിരെ LDF പ്രതിഷേധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയിലെയും LDF അംഗങ്ങൾ മാർച്ച് നടത്തി. ഈ സാമ്പത്തിക വർഷം 4 മാസം പിന്നിട്ടിരിക്കുന്നു. 4 മാസം പിന്നിട്ടിട്ട് നമ്മുടെ പദ്ധതി വീതത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു പോലും നൽകാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. തീർത്തും നിഷേധാത്മകമായ സമീപനം. 1-ാം തീയതിയും 3-ാം തീയതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും LDF പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.